വിശുദ്ധ ഗ്രന്ഥം ടെസ്റ്റ് മത്സര വിജയികളെ ആദരിച്ചു. കാദിശോ ഫുൾ ടൈം പ്രയർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടികൾ നടന്നത്. പെരുമ്പാവൂർ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ കുറച്ച് വിശ്വാസികൾ ചേർന്ന് 9/8/2020 രൂപം നൽകിയ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ വാട്സപ്പ് കൂട്ടായ്മയാണ് കാദിശോ ഫുൾ ടൈം പ്രയർ ഗ്രൂപ്പ്. 24 മണിക്കൂറും രോഗികൾക്കും ഭാരപ്പെടുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയാണിത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ചീഫ് കോർഡിനേറ്റർ ഡീക്കൻ ഡോക്ടർ ടോണി മേദല അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ജേക്കബ് കോർ എപ്പിസ്കോപ്പ ചാലിശ്ശേരി യോഗം ഉദ്ഘാടനം ചെയ്തു. കർത്താവിൽ പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ കൂട്ടായ്മ മൂലം നടത്തപ്പെടുന്നത്. അനേക ദൈവമക്കൾക്ക് ആത്മീയമായ വെളിച്ചവും ദൈവത്തിൻ്റെ പ്രകാശവും ലഭിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹത്തിൻ്റെ ക്രമീകരണം പ്രവർത്തനത്തിലൂടെ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കുവാൻ വചനം വായിക്കുന്ന മൂലം അത് പ്രാവർത്തികമാക്കുന്ന മൂലം ഏത് പാപിക്കും അത് സാധ്യതമായി തീരുവാൻ കർത്താവ് ശക്തി പകർന്നു കൊടുക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ ലോകമനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ കർത്താവ് ഏറ്റെടുത്ത് ഇനിയും തുടർന്ന് നമ്മെ ഓരോരുത്തരെയും കരുക്കളായി എടുത്ത് വിനിയോഗിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിന് ചെറുതും വലുതുമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഇവിടെ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാം വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. വിശ്വാസികൾക്ക് വചനം പഠിക്കാൻ ഒരു അവസരമായിട്ടാണ് ഇത് നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മൾ കാദിശോ ഫുൾ ടൈം പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 ബാച്ച് കഴിഞ്ഞു. ഈ 4 ബാച്ച് കൊണ്ട് ഒത്തിരി പേർക്ക് വചനം പഠിക്കാനും വചനം കാണാതെ പറയുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ 5ാമത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും പഠിക്കാനായിട്ട് വചനം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. 30 വചനങ്ങൾ 30 ദിവസം കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ദിവസം ഓരോ വചനം ഇടും. ആ വചനം കാണാതെ പഠിക്കുക. അതിന് ശേഷം ഒരു 10-15 ദിവസം റെസ്റ്റ് കൊടുത്തതിന് ശേഷം അവരോട് ചോദിക്കും. പുസ്തകം, അധ്യായം, വചനം, വാക്യം പറയും. അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നുള്ളത് പഠിച്ചവർ പറയണം. അങ്ങനെ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് ഈ തവണ ചേർന്നിരിക്കുന്നവരെല്ലാം 30 ചോദ്യങ്ങളും 30 വചനങ്ങളും കാണാതെ പറയുന്നവരാണ്. ഫസ്റ്റ് മാത്രമേ ഈ തവണ ഉള്ളൂ. സെക്കൻഡ്, തേർഡ് ഒന്നുമില്ല. എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് നമ്മൾ ഇത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. എല്ലാവരും വചനം പഠിക്കുക, ദൈവത്തെ അറിയുക. നമ്മെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ യേശുവിനെ അറിയണം. അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ്. നമ്മുടെ സ്വഭാവ രീതികൾ, നമ്മുടെ പ്രവർത്തന രീതികൾ എല്ലാം നല്ല രീതിയിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഇന്ന് വന്യകോർപ്പിസ്കോപ്പ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം വെയിറ്റ് ചെയ്തതിൽ അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന ജീമോളും ലീലാമ്മ ആൻറ്റി, കടന്നു വന്ന ഓരോരുത്തരോടും പേരായിട്ട് നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചവരെ മൊമന്റോയും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. 30 ദിവസം കൊണ്ട് 30 ബൈബിൾ വചനം കാണാതെ പഠിക്കുക എന്നതായിരുന്നു മത്സരം. 4ാമത്തെ ബാച്ച് കഴിഞ്ഞ് 5ാമത്തെ ബാച്ച് ആരംഭിച്ചു. ഈ കൂട്ടായ്മ മൂലം ഒട്ടനവധി പേർക്ക് ബൈബിൾ വചനം കാണാതെ പറയുവാൻ കഴിയുന്നുണ്ടെന്നാണ് പങ്കെടുത്തവരുടെയും അഭിപ്രായം. കോർഡിനേറ്റർമാരായ ജീമോൾ സുവി, ലീലാമ്മ ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. വെറോനിക്ക വർഗീസ്, എമിലി മാത്യു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.